ഹായ് മക്കളെ, നിങ്ങൾ കാത്തിരുന്ന വീഡിയോ CBSE മാത്സിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ആൻഡ് ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ, ചില ഫൈൻഡിങ്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. സോ അവസാനം വരെ കാണാം. നിങ്ങൾ ഭയങ്കര വെയിറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പല ചാപ്റ്ററിനും അതിന് മാത്രം വെയിറ്റേജ് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ CBSEയുടെ വെയിറ്റേജ് 100% ഒഫീഷ്യലാണ്. ഗസ് വർക്കോ സാധനങ്ങളൊന്നുമല്ല. നിങ്ങൾ CBSE വെയിറ്റേജ് ഒഫീഷ്യൽ കൊടുത്താൽ CBSEയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാം ചാപ്റ്റർ വൈസ് അല്ല, ചിലതൊക്കെ ടോപ്പിക് വൈസ് ആണ്. ടോപ്പിക് അല്ലെങ്കിൽ എന്താ പറയുക, 4 ചാപ്റ്ററിനൊക്കെ ടുഗദർ കുറച്ച് വെയിറ്റേജ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ റിയൽ നമ്പർ, അത് ഒറ്റക്കാണ്, മോൺസ്റ്റർ ആണ്. അതിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യം വരും. നിങ്ങൾക്കിത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. റിയൽ നമ്പറിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യം വരും. 6 മാർക്കിൻ്റെ ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, അവിടുന്ന് മിനിമം 2 ചോദ്യങ്ങൾ വരും. സോ ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഒരു ഇറാഷണൽ നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബാക്കി LCM ആയിരിക്കും. അപ്പം ആ 3 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ് ഇത് ഇറാഷണൽ അല്ലേ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രഡിക്റ്റും കൂടെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞത് അവസാനം വരെ കാണാം, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ വരുന്ന 4 ചാപ്റ്റേഴ്സ് ഓൾജിബ്ര എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ കീഴിലാണ്. അതായത് പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ആ 4 ചാപ്റ്ററിനും കൂടെ 20 മാർക്കാണ്. ഓക്കെ, അപ്പോൾ സാറേ ഓരോ ചാപ്റ്ററും മനസ്സിലാ, ഇത് ഒരു ആവറേജ് 5 തന്നെയാണ് പോവുക. ചിലപ്പോൾ എന്തുണ്ടാവും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 7 ആയിരിക്കും, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് 3 ആയിരിക്കും. അതായത് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എന്താണ്, ഒരു 5 റൗണ്ടാണ്, 6, 4 ആ ഒരു മോഡലിലാണ് പോകുന്നത്. ചില വർഷങ്ങളിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അവിടെ കുറഞ്ഞത് മിക്കവാറും ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ. പക്ഷേ അതിൻ്റെ റിയാലിറ്റി അങ്ങനെയല്ല. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ഒരു ചോദ്യത്തിന് മിക്കവാറും ഫസ്റ്റ് ലൈന് മാത്രമേ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ 2 ഇക്വേഷൻ ഇട്ടിട്ട് എന്തായിരിക്കും, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്നാ സോൾവ് ചെയ്യുക. അപ്പോൾ ശരിക്കും അത് ആരതാന്ന് ചോദിച്ചാൽ രണ്ടാളതും കൂടെ അല്ലേ. അപ്പം അതുകൊണ്ടാണ് എന്ത് ഇത് ഈ ഓൾജിബ്ര എന്നുള്ളത് സെപ്പറേറ്റ് ആക്കാതെ അല്ല കമ്പൈൻ ചെയ്തതിൻ്റെ ഒരു റീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് വരും. ആൻഡ് ഇതിൽ നിന്നും എന്താണ്, 20 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഒരു പാഠത്തിന് ആവറേജ് 5ലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്റർ അത് സിംഗിൾ ആയിട്ടാണ്. അതിൽ നിന്നും 6 മാർക്കുണ്ട്. ഈ 6 മാർക്കും നിങ്ങൾക്ക് നോക്കാം. കോർഡിനേറ്റ് ജോമെട്രിയിൽ ആകെ 3 ടോപ്പിക്കുകളേ ഉള്ളൂ അല്ലേ. എന്തൊക്കെയാണ്, ഒന്ന് ഒരു ഫണ്ടമെൻ്റൽ കോർഡിനേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങൾ 9ൻ്റെ ഒരു റിവിഷൻ പോലെ. പിന്നെ രണ്ടാമത്തെ ഡിസ്റ്റൻസ് ഫോർമുല. ആൻഡ് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് സെക്ഷൻ ഫോർമുല. സോ ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടും സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടും ഒരു ചോദ്യങ്ങളുണ്ടാവും. ഒരു 1 മാർക്ക് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ബേസിക് സാധനം വെച്ചായിരിക്കും. അതാണ് എന്ത്, കോർഡിനേറ്റ് ജോമെട്രിയുടെ 6 മാർക്ക്. ഇനി എന്താണ്, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ആണ് ജോമെട്രിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്നുള്ള ചാപ്റ്റർ എന്തല്ല, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ എന്നുള്ള ചാപ്റ്റർ ജോമെട്രി ആയിട്ടല്ല കണക്കാക്കുന്നത്. അതെന്താണ്, മെൻസുറേഷൻ അല്ലെങ്കിൽ എന്താ, ഈ വോളിയം സർഫസ് ഏരിയ കാണുന്ന ആ ടോപ്പിക്കിലാണ്. അപ്പം ട്രയാങ്കിൾസും സർക്കിൾസും എന്നുള്ള 2 പാഠം കൂട്ടിയിട്ട് 15 മാർക്കുണ്ട്. ആൻഡ് ഈ പാഠങ്ങളായിരിക്കും നിങ്ങൾക്കുള്ള ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും കേട്ടോ. ട്രിഗ്നോമെട്രി അല്ല, അതെന്താണെന്നുള്ളതും. അതായത് 15 മാർക്ക് എന്ന് പറയുമ്പോൾ 7 to 8 മാർക്ക് ഒരു ചാപ്റ്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും നിങ്ങളുടെ എന്താണ് ഇയറിൽ അനുസരിച്ചിട്ട്. ഓക്കെ, റൈറ്റ്. ഇനി ട്രിഗ്നോമെട്രി എന്നുള്ള എൻ്റയർ സെക്ഷൻ, അതായത് ട്രിഗ്നോമെട്രി എന്താ, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയും ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയും കൂടെ 12 മാർക്കാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ചില സമയത്ത് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിന് കംസക്കം എന്താണ്, എറൗണ്ട് ഒരു 7 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ട്രിഗ്നോമെട്രിക്ക്. അപ്ലിക്കേഷനിൽ നിന്നും സാധാരണ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് ആ 12 മാർക്ക്. പിന്നെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും എളുപ്പമുള്ള എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ 2 ചാപ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. അതിൽ നിന്ന് 11 മാർക്കിനുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചാൽ പ്രോബബിലിറ്റിന്ന് 3 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാർക്കും, ഒരു 2 മാർക്കും, ഒരു 3 മാർക്കും ഉണ്ട്. 6 മാർക്ക് സിമ്പിളി ആ വർഷം പ്രോബബിലിറ്റി കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 മാർക്കായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, നേരെ തിരിച്ച്. ഓക്കെ, അപ്പോൾ 11 മാർക്ക് ഉറപ്പിക്കണം നിങ്ങൾ, ഈസി. ആൻഡ് പിന്നെ ബാക്കിയുള്ളത് മെൻസുറേഷൻ എന്നുള്ള സെക്ഷനാണ്. അതായത് സർഫസ് ഏരിയ ആൻഡ് വോളിയമും അതേപോലെ തന്നെ ഏരിയ റിലേറ്റഡ് ടു സർക്കിളും, രണ്ടും കൂടെ 10 മാർക്കാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വെയിറ്റേജ്. അതായത് ഈ വെയിറ്റേജിലൂടെ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ചില ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നടക്കം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് റിവൈസ് ചെയ്യുമ്പം വെയിറ്റേജും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടോ, അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ വെയിറ്റേജിനല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, പകരം ഹൈ ഈൽഡ് ചാപ്റ്റേഴ്സിനാണ്. ഹൈ ഈൽഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് നേടും. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രിഗ്നോമെട്രി 7 മാർക്കുണ്ട് വെയിറ്റേജ് എന്ന് വെച്ചോ. പക്ഷേ ട്രിഗ്നോമെട്രിയിലെ 7 മാർക്ക് കിട്ടാൻ എടുക്കുന്ന എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർഡിനേറ്റ്സും സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും കൂടെ 17 മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. പക്ഷേ പഠിച്ച് തീരാത്ത കുട്ടികളാണെങ്കിൽ ട്രിഗ്നോമെട്രിക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ട്രയാങ്കിൾസിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോവാതെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ എളുപ്പത്തെ സ്കോർ ചെയ്യാം. റിയൽ നമ്പേഴ്സ്, കോർഡിനേറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കൂടെ 12, 23 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തെ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാം. വേഗം എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ കട്ടക്ക് എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും നിങ്ങളെ മാത്സ് എക്സാം ഫുൾ മാർക്ക് വാങ്ങി തരുന്നവരെ. ബൈ.